ഞാൻ സുബിനോട് സുബിക്ക് ഒരു ഹ്യൂമർ ചെയ്യാൻ പാടില്ല, അപ്പൊ സുബി എന്തെങ്കിലും ചെയ്യാൻ പാടില്ല, അപ്പൊ ചേച്ചി എന്ന് കളിയാക്കണ തന്നെ. അപ്പൊ അവരില്ല ഞാൻ പറയണത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ എനിക്കൊരു കൺഫർമേഷന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് മാറി നിന്ന്, ഒരു ഒഫീഷ്യൽ ഇത് ഓഡിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല, പുള്ളി ഒരു ഭയങ്കര കാലിബറുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അടുത്ത എപ്പിസോഡ് തുടങ്ങി സുബി നമ്മുടെ ക്യാരക്ടറാണ്. പിന്നെ എന്താണ് 4 പേര് ഇപ്പൊ 5 പേരായി. അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടർ. എപ്പോഴും സുബിക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഒന്ന് ബിഹേവിയർ. ഇപ്പൊ നിങ്ങളെല്ലാവരും പറഞ്ഞു എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണത്. ഹലോ വരുമ്പോ മാട്ടു സാജു ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഒരു ഫീലാണത്. അത് നമുക്കൊരു ഫാമിലി ഫീൽ. എല്ലാവരും പറയും ഫാമിലി ഫീൽ. ഞാനൊരു ജോളി ഇതിലൊന്നും ആയിരിക്കുമല്ലോ അവിടെ നിൽക്കണം. കാരണം ഞാൻ ഈ ഷൂട്ടിന്റെ ടെൻഷൻ ഒരു ദിവസം കൊണ്ട് ലൈറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. റോട്ടിലാ കാട്ടിലാ ഇവിടെ ഒരു കള്ള് ഷാപ്പിൽ എവിടെയാണെങ്കിലും എങ്ങനെ അത് ഒരാൾ കമന്റ് ചെയ്യുന്നത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാം. എനിക്കതാണ് ആസ് എ ഡയറക്ടർ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്.